ഒരു വാണിജ്യ കെട്ടിടം രൂപകൽപ്പന ചെയ്യുന്നത് ഒരു വീട് രൂപകൽപ്പന ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. നിങ്ങൾ ഒരു വീട് രൂപകൽപ്പന ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏക ലക്ഷ്യം വീട്ടുടമസ്ഥരെ സന്തോഷിപ്പിക്കുക എന്നതാണ്. വാണിജ്യ രൂപകൽപ്പനയ്ക്ക് കൂടുതൽ ദീർഘവീക്ഷണവും സംഭാവന നൽകുന്ന ഘടകങ്ങളും ആവശ്യമാണ്. വാസ്തുവിദ്യാ രൂപകൽപ്പന ഈ ഘടകങ്ങൾ കണക്കിലെടുക്കുന്നു. കെട്ടിടത്തിൻ്റെ ഉദ്ദേശ്യം, കെട്ടിടത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം കെട്ടിടത്തിൻ്റെ രൂപകൽപ്പനയെ സാരമായി ബാധിക്കും. വാണിജ്യ കെട്ടിടങ്ങൾ എല്ലാത്തിനും യോജിക്കുന്നതല്ല. ഒരു വെയർഹൗസിൻ്റെ രൂപകൽപ്പന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഓഫീസ് സ്ഥലമായി ഉപയോഗിക്കുന്ന ഒരു വാണിജ്യ കെട്ടിടം ഒരു റീറ്റെയിൽ ശൃംഖലയുടെ സ്റ്റോർ ഫ്രണ്ടായി ഉപയോഗിക്കുന്നതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. തീർച്ചയായും ചില വാണിജ്യ കെട്ടിടങ്ങൾ മിശ്രിത ഉപയോഗ സാധ്യതയുള്ളവയിൽ എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. കെട്ടിടത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഫ്ലോർ പ്ലാൻ തയ്യാറാക്കണം. തുറസായ സ്ഥലങ്ങൾ കൂടുതൽ നന്നായി പ്രവർത്തിക്കുമോ, അതോ ഫ്ലോർ പ്ലാനിൽ ആൾക്കൂട്ട നിയന്ത്രണം ആവശ്യമുണ്ടോ? ഒരു ദുരന്തമുണ്ടായാൽ കെട്ടിടത്തിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു കടക്കാൻ ഒരു വഴി ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തെ ആശ്രയിച്ചായിരിക്കും വാണിജ്യ ഇൻറ്റീരിയർ എങ്ങനെ ക്രമീകരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. നെസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ആർക്കിടെക്ട് അനിൽ സാറിൻ്റെയും മാഡം മായവിക്ക് വളരെ പ്രശസ്തമായ ഒരു കമ്പനിയാണ്. അവർ ആർക്കിടെക്ചർ ഫേമാണ്. അവരുടെ മേൽനോട്ടത്തിൽ എനിക്ക് ഈ പ്ലോട്ടിൽ എനിക്ക് ഇതിനു മുമ്പും 1-2 പ്രോജക്റ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. 3 പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 4ാമത്തെ പ്രോജക്റ്റാണ്. വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസസ്, ഡിസൈനിലായാലും കോർഡിനേഷനായാലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേഷൻ, അപ്രൂവൽസ്, ക്വാളിറ്റി കൺട്രോൾ, പിന്നെ ഓരോ ഏജൻസികളെ ബന്ധപ്പെടുത്തി തരുന്നത്, സപ്ലയേഴ്സിനെ ബന്ധപ്പെടുത്തി തരുന്നത്, ഇതൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്തു. ഏതൊരു പ്രോജക്റ്റിലും അങ്ങനത്തെ അസോസിയേഷനെ എനിക്ക് ഒരു സംശയമില്ലാതെ റെക്കമെൻഡ് ചെയ്യാം. ഉപയോക്താക്കൾ കെട്ടിടവുമായി എങ്ങനെ ഇടപഴകുമെന്ന് വാണിജ്യ കെട്ടിട രൂപകൽപ്പന പ്രതിഫലിപ്പിക്കണം. വാസ്തുവിദ്യ ജീവനക്കാരിലോ ഉപഭോക്താക്കളിലോ മാനസിക സ്വാധീനം ചെലുത്തും. അവർ ആദ്യമായി കെട്ടിടത്തിലേക്ക് കയറുകയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തി ദിവസത്തിൻ്റെയും ഭൂരിഭാഗവും അതിൽ ചെലവഴിക്കുകയാണെങ്കിലും നീണ്ട ഇരുണ്ട ഇടനാഴികളും ചെറിയ ക്യൂബുകളും നിങ്ങളുടെ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കില്ല. ആകർഷകമല്ലാത്ത ഇടങ്ങൾ ഉപഭോക്താക്കളെ സുഖപ്പെടുത്തുകയുമില്ല. വാണിജ്യ കെട്ടിടങ്ങൾക്ക് ധാരാളം പ്രകൃതിദത്ത വെളിച്ചവും നല്ല ശുദ്ധവായുവും ആവശ്യമാണ്. ഏതൊരു വാണിജ്യ കെട്ടിടത്തിൻ്റെയും രൂപകൽപ്പന പ്രധാന കവാടത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണം. കെട്ടിടത്തിൻ്റെ ലേ ഔട്ട് മുൻവശത്തും ഇരുവശത്തും ധാരാളം പാർക്കിംഗ് അനുവദിക്കണം. രൂപകൽപ്പന പ്രക്രിയയിൽ നിരവധി ഘട്ടങ്ങളുണ്ട്. ഓരോന്നിനും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. SBIയുടെ ജഗതി ബ്രാഞ്ചിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം ഒരു ബാങ്കിനു വേണ്ട എല്ലാ ആവശ്യങ്ങളും പരിഗണിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതേ ക്ലയൻറ്റിനു വേണ്ടി മുൻപും 3-4 കെട്ടിടങ്ങൾ ഡിസൈനും സൂപ്പർവിഷനും ചെയ്തിട്ടുള്ളതിനാൽ പരസ്പരം ഒരു ധാരണയും വിശ്വാസവും ഉണ്ടായിരുന്നു. ഇത് സുന്ദരവും സൗകര്യപ്രദവുമായ ഒരു കെട്ടിടം പൂർണ്ണതയിലെത്തിക്കാൻ ഏറെ സഹായിച്ചു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 9447798764.